ബി.ജെ.പിയിൽ ഭിന്നത രൂക്ഷമായി തുടരുന്നു. അയ്യപ്പ സംഗമത്തിന് യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം എങ്ങനെ വന്നു എന്നത് ബി.ജെ.പി പരിശോധിക്കുമെന്ന് പി.കെ. കൃഷ്ണദാസ്. അതിനുശേഷം മറുപടി പറയുമെന്നും പി.കെ. കൃഷ്ണദാസിന്റെ പ്രതികരണം. യോഗിയുടെ സാധാരണ മുഖ്യമന്ത്രിമാർ ക്ഷണിക്കാറുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ഓഫീസാണോ ഈ സന്ദേശം കൊടുത്തതിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് പരിശോധിക്കുന്നുണ്ട്. ഞങ്ങൾ അതിനെക്കുറിച്ച് ആധികാരികമായ അഭിപ്രായം ഞങ്ങൾ പിന്നീട് വ്യക്തമാക്കുന്നതാണ്. തീർച്ചയായും ഇതിന്റെ വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. സനോജ്, ആഗോള അയ്യപ്പ സംഗമത്തിന് ആശംസ അറിയിച്ചുകൊണ്ട് യു.പി. മുഖ്യമന്ത്രി എന്ന നിലയിൽ യോഗി ആദിത്യനാഥ് സന്ദേശം അയച്ചിരുന്നു. അതേ സംബന്ധിച്ച് വി മുരളീധരൻ പറഞ്ഞത് മറ്റൊരു അഭിപ്രായമാണ്. ഇപ്പോൾ പി.കെ. കൃഷ്ണദാസ് അതേക്കുറിച്ച് പഠിക്കട്ടെ, പരിശോധിക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഇതിൽ നൽകാനാവുന്ന വിവരങ്ങൾ? അജിൻഷാദ്, ഈ ആഗോള അയ്യപ്പ സംഗമം സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ആദ്യം എതിർപ്പുയർത്തിയ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ബി.ജെ.പി. ആയിരുന്നു. ഈ പരിപാടിയിൽ തങ്ങൾ പങ്കെടുക്കുകയില്ല എന്നും ഈ പരിപാടി തടയുമെന്നുമായിരുന്നു ബി.ജെ.പിയുടെ ആദ്യത്തെ പ്രഖ്യാപനം. പക്ഷേ ഈ പരിപാടിക്ക് സമസ്ത മേഖലയിൽ നിന്നും പിന്തുണ ലഭിച്ചതോടുകൂടി ഈ പരിപാടി പൊളിക്കാനോ തടയാനോ ഒന്നും ബി.ജെ.പി. നേതാക്കന്മാർ മുന്നോട്ട് വന്നില്ല എന്നത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ സംസ്ഥാന സർക്കാർ ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ക്ഷണിക്കുകയും എല്ലാ സംസ്ഥാന സർക്കാരിനും ഔദ്യോഗികമായി ക്ഷണക്കത്ത് അയക്കുകയും ചെയ്തിരുന്നു. ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ നേരിട്ടെത്തിയാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയെ കാണുകയും അവിടുത്തെ ക്ഷണം നൽകുകയും ചെയ്തത്. അങ്ങനെ പല ആളുകൾക്കും എത്തിപ്പെടാൻ പറ്റാത്ത മറ്റിടങ്ങളിലെ സംസ്ഥാന മുഖ്യമന്ത്രിമാരെ ക്ഷണിച്ചുകൊണ്ട് ഔദ്യോഗിക കത്താണ് സർക്കാർ അയച്ചത്. ഈ കത്തിനാണ് യോഗി ആദിത്യനാഥ് ആശംസകൾ അറിയിച്ചുകൊണ്ട് തിരിച്ചു മറുപടി നൽകിയത്. അത് മന്ത്രി വി.എൻ. വാസവൻ ഈ പരിപാടിയുടെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം അത് വായിക്കുകയും ചെയ്തിരുന്നു. അത് ബി.ജെ.പിയെ സംബന്ധിച്ച് പൊളിറ്റിക്കലി അവർക്ക് വലിയ ക്ഷീണം ചെയ്തിട്ടുണ്ട്. കാരണം ബി.ജെ.പി കേരളത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മാറി നിൽക്കുമ്പോഴാണ് ബി.ജെ.പിയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് ഈ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായത്. അത് ബി.ജെ.പിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന അഭിപ്രായ ഭിന്നത രൂക്ഷമാണ്. തീർച്ചയായും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വിജയം എതിർത്ത ബി.ജെ.പിയിൽ ഉണ്ടാക്കുന്ന ആന്തരിക വൈരുദ്ധ്യങ്ങൾ, അതിന് ഉദാഹരണങ്ങളാണ് വി മുരളീധരനും ഇപ്പോൾ പി.കെ. കൃഷ്ണദാസും ഒക്കെ പറയുന്നത് വഴി നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. സമഗ്ര വിവരങ്ങളാണ് സനോജ് സുരേന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.